എല്ലാവർക്കും നമസ്കാരം. ഈ വണ്ടി ഇവിടെ കുറച്ച് നാളായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇതും വെച്ച് ഇന്നൊരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാം. രാംകുട്ടി വരുന്നുണ്ടോ? നമുക്ക് പോവാം. ഈ വണ്ടി സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ബാറ്ററി വേണം. അച്ഛൻ ബാറ്ററി എടുക്കാൻ ഓഫീസിൽ പോയേക്കോ. അച്ഛൻ വന്നിട്ട് ബാറ്ററി വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്നത്തെ മെയിൻ ഡ്രൈവർ ആരാന്നറിയത്തില്ല, എന്നാലും പോവാണെങ്കിൽ ഞാനും ഉണ്ട്. പുത്തട്ട് ഫാമിലി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ ബാറ്ററി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് പിടിപ്പിച്ചേക്കാം. എടുത്തോ അങ്ങനെ അടുത്ത് മാറ്റിക്കോ. ഈ വണ്ടി ആരാ എടുക്കുന്നേ? അയ്യോ, ഇതാണ് മെയിൻ ഡ്രൈവർ ഇന്നത്തെ. അതൊന്നുമില്ല. അയ്യോ, പേടിയോ? എന്നിട്ട് സുഖമായിട്ട് വണ്ടിയൊക്കെ കിടന്ന് ഉറങ്ങിയപ്പോഴൊന്നും പേടിയില്ലായിരുന്നോ? നിങ്ങൾ എടുത്ത് വെക്കാൻ പോകണോ? അതിന്റെ കവർ എന്ത് ഉണ്ടല്ലോ അല്ലേ? അതെ, നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല. ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. ഇത് എത്ര എണ്ണം ഉണ്ട് നാരങ്ങ വെള്ളം? ഞാൻ 2-3 മാസം എടുത്തോണ്ട് വന്നതാണ്. ഇട്ടോണ്ടേ പിടിക്കാമല്ലോ നിർത്താ. ഇത് കാണാൻ നിക്കുന്നതാ, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാൻ വന്ന് നിക്കുന്നതാ. അതിന്റെ നാരങ്ങ വെള്ളം ഒന്നും വേണ്ട. അവിടെ ബാറ്ററി ഒക്കെ വെച്ചിട്ടുണ്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്താലേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഇവിടുന്ന് കഴിയിട്ട് പോകാനാണോ അതോ അങ്ങോട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് വരാനോ? അല്ല, അവിടെ കൊണ്ട് കഴിയാം. വണ്ടി എടുത്തു. അയ്യടാ, എനിക്ക് ചോറൊക്കെ ഉണ്ടെന്ന് വിശക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല കോട്ടയത്തിന്. അല്ല, ഞാൻ വരുന്നില്ല ഒരിടത്തോട്ട്. നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. വണ്ടിയൊക്കെ കഴിയും, പതുക്കെ പോയിട്ട് വന്നാൽ മതി. സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ചൂടാ. സ്റ്റാർട്ട് ചെയ്തോ. എല്ലാം ഓക്കെയാ. എന്നാ പോണ്ടവരൊക്കെ കൂടി കയറി പോയിട്ട് പോരെ കേട്ടോ. പോന്നില്ലേ രാജേഷ് ബ്രോ? പോകുന്നില്ലേ രാജേഷ് ബ്രോ? പോകുന്നില്ലേ? പോവല്ലേ? പോയേക്കാം എടുത്തോ. കഴുകണം കേട്ടോ, എല്ലാം പൊടിയാ. കഴിയണോ? അതെ, ആദ്യമായിട്ട് വണ്ടി കഴുകാൻ. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേക്കാ. അതെ, കുറച്ച് കഴിക്കുള്ളൂ. അത് സാരമില്ല. ഇത് മൊത്തം പൊടിയാണല്ലോ. കാത്തല്ല, സാരമില്ല. അങ്ങോട്ട് എന്നിട്ട് കഴുകാം. കഴിക്കോ. സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടോ. അങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാ കുഴപ്പം? അല്ല, വണ്ടിക്ക് അതിലും ചാട്ടം ഉണ്ടാക്കാം. ചാട്ടമൊക്കെ ഉണ്ട്, ചാട്ടം കുലുക്കമൊക്കെ ഉണ്ട്. അതിലും ഹെവി വണ്ടിയല്ലേ ഇത്. അതെ, 2 സെക്ഷനായിട്ട് ഇപ്പം മനസ്സിലായില്ലേ ഗിയർ? ഇപ്പം നമുക്ക് അവിടെ ചെന്നിട്ടേ വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. അവിടെ നമ്മൾ ചെന്നിട്ട് കഴുകിയിട്ട് പോകാം. മൊത്തം പൊടിയാണ് വണ്ടിയല്ല. ഓ, ഇതിന് മറ്റേപോലെ. ഞാൻ അതിൻ്റെ ഒരു മൈൻഡിൽ പതുക്കെ ഗിയർ വലിയ ഗിയറിലോട്ട് ഇട്ട്. അത്ര അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല, കാര്യമില്ലേ. ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ യാടി വന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകണം. മൊത്തം പൊടിയാണ്. കഴുകിക്കൊണ്ടിട്ടതാണ്, പക്ഷേ കുറേ ദിവസം ചുമ്മാ കിടന്നുകൊണ്ടേ മൊത്തം പൊടിയായി. അപ്പോൾ ഒന്ന് വെള്ളം അടിച്ചിട്ട് വേണം പോകാൻ. കുറേ വണ്ടികൾ കിടപ്പുണ്ട്. എല്ലാ വണ്ടികളൊന്നും ലോഡായില്ല. ഇവിടെ തന്നെ 7 വണ്ടി കിടപ്പുണ്ട്. 2-3 വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിലും കിടപ്പുണ്ട്. ഏട്ടെല്ലാം ലോഡ് കുറവാണ്. അപ്പം കഴുകാൻ തുടങ്ങാം. രാജേഷ് ബ്രോയാണ് കഴുകുന്നത്. വെള്ളം അടിച്ചു വിട്ടിട്ട് ചെറുതായിട്ട് തൂത്തൂടെ വിടണം, ഇല്ലെങ്കിൽ ആ പൊടി അതുപോലെ തന്നെ നിൽക്കും. ഇത് അജീഷിൻ്റെ വണ്ടി. 5 ലക്ഷം സർവീസ് ഉണ്ടായിരുന്നു. സർവീസ് എല്ലാം കഴിഞ്ഞ് വന്നു. അജീഷും ജോബി എല്ലാം വീട്ടിൽ പോയേക്കാം. ഇനിയിപ്പം അടുത്ത ദിവസം ലോഡാകുന്ന സമയത്തേ വരുള്ളൂ. എല്ലാവരും റെസ്റ്റിലാണ്. പിന്നെ ലോഡും ഭയങ്കര കുറവാണ്. അപ്പം നമ്മുടെ ഈ ട്രെയിലറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഓടാറായില്ല ഇതുവരെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് സമയം കൂടെ എടുക്കും. പിന്നെ ഈ വണ്ടിയുടെ പേപ്പറൊക്കെ നമ്മുടെ പേരിലേക്കൊക്കെ മാറി കിട്ടാൻ കുറച്ച് താമസം എടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യാത്രകളിലായിരുന്നുകൊണ്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ച് താമസം വന്നു.
അതുകൊണ്ടാണ് ഇതുവരെ ഈ വണ്ടി ഓടാറാവാത്തത്. വലിയ താമസിയാതെ തന്നെ ഇത് ഓടാൻ തുടങ്ങും. തിരിച്ചോ പോട്ടെ. ആ മതി. പുള്ളടിച്ചോ. അപ്പോഴേ പൊടിയെല്ലാം കഴുകി കളഞ്ഞപ്പോൾ ഒരു തെളിച്ചമായി. ഗിയറിൻ്റെ അറിയാലോ, ഇത് 10 ഗിയറാണ്, 9+1 മുന്നോട്ട് 9 ഗിയറും റിവേഴ്സൂടെ കൂട്ടി 10 ഗിയർ. സി ഗിയറൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതറിയാലോ, 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്. അടുത്ത സെക്ഷനാണ് അങ്ങോട്ട്. പിന്നെ ആ 4 ഗിയർ കഴിയുമ്പോൾ ഒന്ന് തട്ടിയിട്ട് അങ്ങോട്ടൊന്ന് തട്ടിയിട്ട് ഇടുന്ന അടുത്ത 4 എണ്ണം. അങ്ങനെ തടുമ്പോൾ അത് അടുത്ത സെക്ഷൻ അന്നേരം. അപ്പം 5, 6, 7, 8 എന്നുള്ള അതിലും വരും. അപ്പം ആ രീതിയിലാണ് ഓടിക്കേണ്ടത്. എന്നാൽ പോട്ടെ, നമുക്ക് കോട്ടയത്തേക്ക് പോകാം കേട്ടോ. കോട്ടയം വരെ പോകണം. ഫുള്ളൊടിച്ചോ. അഞ്ചാമത്തെ ഗിയർ കൊടുത്താലും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പണ്ട് സൂര്യ പറഞ്ഞാൽ ഓർക്കുന്നില്ലേ? ഏതാ ഡയലോഗ് ഓർക്കുന്നുണ്ടോ? അതായത് 4ാമത്തെ ഗിയറിൽ അല്ല 5ാമത്തെ ഗിയറിലെടുത്താൽ മതി, കാലിയല്ലേ, അങ്ങനെ അങ്ങ് ഓടിച്ചു പോകാന്ന് പറഞ്ഞപ്പോഴേ, എന്നാൽ പിന്നെ ഈ ആദ്യത്തെ 4 ഗിയർ വേണ്ടായിരുന്നല്ലോ, ഇവരെന്തിനാണ് കമ്പനിക്കാർ ഇത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ MC റോഡിൽ വന്ന് കയറി. പോട്ടെ, ഫുള്ളടിച്ചോണോ ഇങ്ങോട്ടെ, കുഴപ്പമില്ല. ഫുള്ളടിച്ചോ. പോട്ടെ. നല്ല ഉരുക്കുണ്ട്. കുലുക്കം നല്ല ഉരുക്കുണ്ട്. ഇത് ഇത്ര ഹെവി വണ്ടിയല്ലേ? മറ്റേ വണ്ടി പോലല്ലേ, ട്രെയിലറല്ലേ? ഇതേലും എത്ര ടണ്ണ് ലോഡ് കൊണ്ടുപോകാന്ന? മറ്റേ നമ്മൾ മൊത്തം വെയിറ്റ് 35 ടണ്ണാണ്, ഇത് 45 ടണ്ണ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് ഹെവിയാണ്. അത് തന്നെയല്ല, ട്രെയിലറല്ലേ, മറ്റേ ഇത് വലിച്ചോണ്ട് പോകുന്നതല്ലേ. അതുകൊണ്ട് ഈ വണ്ടി നല്ല കുലുക്കമുണ്ട്, മറ്റേ വണ്ടി പോലെ അല്ല. പിന്നെ ഗിയർ ബോക്സ് വ്യത്യാസമുണ്ട്. G131 എന്ന് പറഞ്ഞ ഗിയർ ബോക്സാണ്. നമ്മുടെ മറ്റേ വണ്ടിയിൽ G85 ആയിരിക്കും. അതിൽ മൊത്തം 6+1 7 ഗിയറേ ഉള്ളൂ. ഇത് 9+1 10 ഗിയറുണ്ട്. ഇതൊക്കെയാണ് വ്യത്യാസം, ആ വണ്ടിയായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ അവിടുന്ന് കേറിയില്ല തിരിഞ്ഞ, അപ്പൊ തേർഡ് ഗിയറല്ലേ കേറുന്നത്. അത്ര സ്ലോ ആയാലും തേർഡിലെടുത്ത് കാലിയല്ലേ. ഗിയർ ബോക്സ് വ്യത്യാസമുണ്ട്, നമ്മുടെ മറ്റേ വണ്ടി പോലെ അല്ല. ഇതിപ്പം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ വണ്ടിക്ക്. അല്ല, അവിടെ വന്നിട്ടുണ്ടല്ലോ ക്ലച്ച് ഫുള്ള് താങ്ങി പിടിക്കാണ്ട് നമ്മൾ ഹാഫ് ക്ലച്ച് തന്നെ ചുമ്മാ ഈസി ആയിട്ട് എടുത്ത് പോകും. അതെ, അവിടെ വന്നപ്പോ കഴുകാൻ വേണ്ടിട്ട് നമ്മളെ കോ ഡ്രൈവറെ തന്നെ വിളിക്കാൻ മേലായിരുന്നു. എന്തിനു തന്നെ കഴിയേ? ചൂടാന്ന് പറഞ്ഞ് AC ഇട്ട് വണ്ടിക്കാതെ. ചൂടാന്നല്ല, അവിടെ ചെന്നപ്പോ ആദ്യം ദാമി ഉറങ്ങി, അപ്പൊ എന്റെ കയ്യിലായിരുന്നു. അപ്പൊ കൊച്ച ഇറങ്ങി, പിന്നെ ചിറ്റ വന്ന് ദാമിനെ കൊണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും കൊച്ച നനഞ്ഞു തുടങ്ങിയില്ലോ. പിന്നെ ഞാനിവിടെ ഇറങ്ങി വെറുതെ എന്തിനാ വെള്ളം നനയുന്നത്. അതെ, നമ്മുടെ കൂടെ ഡാമിക്കുട്ടിയും കൂടെ വന്നായിരുന്നു. പക്ഷെ ഡാമിക്കുട്ടി അവിടെ വരെ വന്നപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സൂര്യ വന്ന് തിരിച്ചു കൊണ്ടുപോയി വീട്ടിലോട്ട്. ഇതുണ്ടോ, ഈ വണ്ടി ഇവിടെ ഇടിച്ചാന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ടോ? അയ്യോ, നല്ല ഇടിയാണല്ലോ. ഓ, ക്യാബിൻ തീർന്നു പോയല്ലോ. ആയിരുന്നു ചെറിയ വണ്ടിയാപ്പാ. ആണോ? കുഞ്ഞിക്കളിക്ക് അത്ഭുതം, അച്ഛൻ ന്യൂസ് കാണുമോ നല്ല നിങ്ങള്? ആണോ? അപ്പോഴേ നമ്മളിപ്പോ പോകണ്ട, നമുക്ക് ആ കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വരെ പോകണം. ഒരു സാധനം അവിടുന്ന് മേടിക്കാനുണ്ട്, അത് മേടിക്കാൻ പോകട്ടോ. അങ്ങനെ മുത്തേ ഓടിച്ചിട്ടെ. കുഴപ്പമില്ല, ഇപ്പൊ ഇത്തിരി സുഖമായി കേറിയിരുന്നേനേക്കാളും. അത് തന്നെയാണെന്ന് അറിയാം, അതിപ്പോ കുറച്ച് ഓടിച്ചോണ്ടാ. പിന്നെ അത് തന്നെയല്ലേ ഇപ്പൊ നല്ല വഴിയുവാ. നേരത്തെ കുലുക്കായിരുന്നു. കുലുക്കം ഇല്ലാത്ത നല്ല വഴിയായോണ്ടല്ലേ. അല്ലെങ്കിൽ കുലുക്കം തന്നെയാ. പിന്നെ അധികം ഗിയറൊന്നും മാറണ്ടല്ലോ. വലിയ ഗിയർ മാറ്റമൊന്നും ഇല്ല. ഒന്നുമില്ല, ചെറിയ ഗിയറെ തന്നെ പൊക്കോളൂ. ഇതിപ്പം 5, 6, 7, 8 ഇടുന്നുള്ളോ? 5, 6, 7, 8 ഇടുന്നുള്ളൂ. പക്ഷെ മൊത്തം ഒന്നിട്ട് ഓടിക്കണം. നല്ല അവിടുന്ന് എടുത്തപ്പോ മൊത്തം ഒന്നും ഇട്ടായിരുന്നു. പിന്നെ ചെറിയ ഗിയറിലോട്ട് പോകണം, വലിയ ഗിയറിലോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. എന്നാ
കണ്ടേ ചുമ്മാ നമുക്ക് ഒരു പിക്കപ്പ് ഓടിച്ചോണ്ട് നടക്കുന്ന പോലെ നടക്കത്തില്ലേ? അത്ര നീളമല്ലേ ഉള്ളൂ, ഇത്ര വലിയ വണ്ടിയല്ലേ, അതൊരു രസമല്ലേ? പെട്ടിയില്ലാത്തോണ്ട് തന്നെ നീളം ഇല്ലല്ലോ. ഈ പെട്ടി വെച്ച് മറ്റേ ട്രെയിലർ വെച്ച് ഓടിക്കണം ഇനി. പെട്ടി പെട്ടെന്ന് മേടിക്കും, കൊറേ നാളായി വണ്ടി മേടിച്ചിട്ട്. അതൊക്കെ ഉടനെ വരും, അതൊക്കെ അതിന്റെ സമയമായില്ല, അതൊക്കെ വരും അന്നേരം. അപ്പം അത് വെച്ചൊന്ന് ഓടിക്കണം. ഒന്ന് കാണട്ടെ എന്നേരം അല്ലടാ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത് വെച്ച് എടുക്കുകയും ചെയ്യും, റിവേഴ്സും എടുക്കും, യൂട്ടേണും എടുക്കും. എടുക്കണം. എന്നിട്ട് വേണം മുത്തിനെ കൊടുത്താൽ ഈ വണ്ടി ഓടിക്കാൻ അല്ലേ? അതെ, ഈ വണ്ടി ഞാനാ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന സമയം കഴിഞ്ഞ് പാർട്ട് ടൈം ആയിട്ട് ഓടിച്ചു. അതെ, എറണാകുളത്ത് ഓടിയാൽ മതി. ഏത് ട്രെയിലറാ? ട്രെയിലർ എറണാകുളത്ത് എന്തിനോട്? ഇഷ്ടം പോലെ ഓട്ടോ അല്ലേ എറണാകുളത്ത്? അതിന് ഓട്ടോ ഉള്ളൂ. ആ പോയ വണ്ടിയൊക്കെ കണ്ടോ? ഷിപ്പ് വരുന്ന കണ്ടെയ്നറാ, അവിടുന്ന് എറണാകുളത്ത് കൊണ്ടിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചെന്നറിയോ, നമ്മളിത് വെളിയിലോട്ടൊക്കെ ട്രെയിലർ പോകുന്ന. അല്ല, വെളിയിലോട്ട് ഓടാം, എങ്ങോട്ട് വേണേലും ഓടാം. നമ്മളിപ്പോ ഈ ലോഡ് കിട്ടുന്നതനുസരിച്ചല്ല മറ്റേ വണ്ടിയാണല്ലോ ഓടുന്നത്. അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകുന്നത് അതനുസരിച്ച് ആ സൈഡിലേക്ക് ലോഡ് നോക്കണം, അങ്ങോട്ട് കിട്ടും. ഞാൻ വിചാരിച്ചു നമ്മുടെ ഇപ്പൊ വണ്ടി എല്ലാം കൂടുതലും വെളിയിലോടല്ല, അപ്പൊ ഇത് അങ്ങനെ തന്നെ വിടാനാന്ന് വിചാരിച്ചു. അങ്ങനെ ഓടാന്നേ, എങ്ങനെ വേണേലും ഓടാം, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതിപ്പം ഇന്ത്യക്കകത്ത് നമുക്ക് എവിടെ വേണേലും ഏത് സംസ്ഥാനത്ത് വേണേലും ഓടാം, എങ്ങോട്ട് വേണേലും ഓടാം. അപ്പൊ അത് നമുക്ക് ഏതാണ് താല്പര്യം, എങ്ങോട്ടാ ലോഡ് വേണ്ടേ അത് നോക്കി അങ്ങോട്ട് ലോഡുള്ളിടത്തുനിന്ന് എടുക്കുക, ഓടുക, അത്രേ ഉള്ളൂ. ഇപ്പൊ എറണാകുളത്തായിരുന്നു ഓടിക്കൊള്ളാൻ പറഞ്ഞാൽ പഠിക്കുന്നതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഓടണമെങ്കിൽ അതല്ലേ നടക്കുള്ളൂ. അതല്ലേ അല്ല, ഞാൻ അവധി വലിയ അവധിയൊക്കെ കിട്ടുമ്പോ വന്നോളാം, പാർട്ട് ടൈം സ്വീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, ആഴ്ച 2 ദിവസമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഓടണ ചെറിയ ഓട്ടോ അല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നാഗമ്പടം എത്തി, അക്ഷര നഗരിയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കോട്ടയം എത്തി, നമുക്ക് നേരെ KSRTC അങ്ങോട്ടാണ് പോകണ്ടേ. MC റോഡാ നേരെ പൊക്കും, തിരുവനന്തപുരം റൂട്ട്. വലത്തേക്ക് പോയാൽ കുമരകം, ലെഫ്റ്റിലേക്ക് പോയാൽ ശബരിമല. ആ റൈറ്റിലേക്ക് ആ ബസ് പോകുന്ന വഴിയാണ് കുമരകത്തിന് പോകുന്നത്. നമ്മളിപ്പോ കോട്ടയത്തെ അങ്ങനെ പകലിപ്പോ വണ്ടി കേറുന്നതിനോ ടൗണിൽ കേറുന്നതിനോ ഒന്നും അങ്ങനെ നോ എൻട്രി ഒന്നും ഇല്ല. നോ എൻട്രി ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ വേറെ വഴി ഇല്ലല്ലോ, ടൗണിൽ കൂടെ കയറിയേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ഏറ്റുമാനൂരിൽ മണക്കാടിന് വഴി തിരുവല്ല വരെ ചെല്ലുന്ന ബൈപ്പാസ് ഉണ്ടല്ലോ, എന്നാലും ടൗണിലൊന്നും നോ എൻട്രി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും വണ്ടികൾ ലോറികൾ കണ്ടമാനം വരുന്നില്ലല്ലോ. ലോറികൾ വന്നാലും കുറച്ചേ ഉള്ളൂ, വലിയ തിരക്കൊന്നും ഇല്ല. പിന്നെ അങ്ങനെ നോ എൻട്രി ആക്കാനാണ് കേരളത്തിലെ എല്ലാ ടൗണിലും നോ എൻട്രി ആക്കേണ്ടി വരും, എന്നാൽ പിന്നെ ഒരു വണ്ടി ഓടുകയല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ലോറികൾ കണ്ടമാനം ഉണ്ടല്ലോ, ചരക്ക് വാഹനങ്ങൾ ഒരുപാടുണ്ടല്ലോ. നമ്മളന്നൊക്കെ അവിടെ പോയ ഈയിടെ UP-യിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ എന്തേരം വണ്ടികൾ കിടക്കുന്നുണ്ട്. അത്രയും വണ്ടികൾ ഒരുമിച്ച് ടൗണിൽ കയറുമ്പം മൊത്തം ബ്ലോക്ക് ആകുകയല്ലേ, അതുകൊണ്ട് അവിടെയൊക്കെ ടൗണിൽ നോ എൻട്രി കൊടുത്തേക്കുന്നത്. എന്നിട്ട് ബൈപ്പാസ് ഉള്ളിടത്ത് ബൈപ്പാസ് വഴി പോകാൻ പറ്റും. വലിയ വലിയ ടൗണുകൾക്കെല്ലാം ബൈപ്പാസുകളായി, കുറേ സ്ഥലങ്ങളൊക്കെ ഇനി ആവാനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ KSRTC-യിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഒത്തിരി നാളാവുകയും ചെയ്തു, മുത്ത് ഇത് ഓടിച്ചിട്ടുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ വണ്ടി കൊണ്ട് വന്നത്. അങ്ങനെ ഓടിച്ചു നോക്കി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. AC ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമല്ലേ? AC ഉള്ളതുകൊണ്ട് സുഖം. പിന്നെ വണ്ടി പിന്നെ കാലി ആയതുകൊണ്ട് ഒരു ചാട്ടം ഉണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. അല്ല, ഇതേലെ ട്രെയിലർ പിടിപ്പിച്ചാലും ചാട്ടമാണ്, നമ്മുടെ മറ്റേ വണ്ടി പോലല്ല, കുലുക്കമുണ്ട്. അതിപ്പോ നമ്മള് പോകുന്ന വഴിക്കാണെങ്കിലും കാലി പോകുമ്പോ കേൾക്കത്തില്ലേ, ഹമ്പൊക്കെ ചാടുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് കേൾക്കില്ലേ പെട്ടി അടിച്ചിട്ട് കാലി ഓടുന്നതിന്. അല്ല, ഇതിന് ലോഡ് ഉണ്ടെങ്കിലും കുലുക്കം ഉണ്ടാവും, നല്ല കുലുക്കമാണ്. ഏത് സാധനം? ഈ സാധനം മേടിക്കാനാണോ ഈ വണ്ടിയും കൊണ്ട് വന്നേ? എന്താ ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട് വന്നേ. എന്നാ പോട്ടെ, നമുക്കിങ്ങനെ താഴെ 1 വേ കറങ്ങി അങ്ങ് പോയേക്കാം. ഇതിലെ വെഹിക്കിൾസ് നോ എൻട്രി കേട്ടോ. ചെറിയ വഴിക്ക് ഇത് പോവുകയൊക്കെ ചെയ്യും. അല്ല, പോകുന്നില്ല, ഇത് തന്നെ നല്ലത്. ശരി, ഞങ്ങൾ പണ്ട് അതിലെ ലോറി കൊണ്ടൊക്കെ അതിലേ പോയിക്കൊണ്ടിരുന്നത്. അത് അതിലെ ഇപ്പം വലിയ വണ്ടിക്ക് നോ എൻട്രി ആക്കിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, കുറച്ചല്ല 3-4 വർഷമായിരുന്നു, 4-5 വർഷമായെന്ന് തോന്നുന്നു. പഴയ സ്റ്റാൻഡ് എല്ലാം പൊളിച്ച് എല്ലാം നിരത്തിയിട്ടേക്കുക, തിരുനാക്കര സ്റ്റാൻഡ്. നമ്മുടെ ഉണ്ണിബ്രോയുടെ അടുത്തോട്ട് പോവാം അല്ലേ? അതെ, നിങ്ങൾ എന്തിനാ ഉണ്ണിബ്രോയുടെ അടുത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞേ? കൊറേ ദിവസമായിട്ട് ഇത് തന്നെ, എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നുണ്ടോ കുഞ്ഞിക്കളി?
അത് ശരി കണ്ടോ. കുഞ്ഞിക്കിളി ഇവിടെ ഡാമിക്കിട്ട് വരെ പാന്ന് പറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ എന്നാ പോയേക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞു വെള്ളം 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 എന്ന് പറഞ്ഞു. രാവിലെ ആ അച്ഛമ്മ പറഞ്ഞതാ കുഞ്ഞിക്കിളിയെ ഡാമിക്കുട്ടിയെ കൊണ്ടുപോകാൻ എങ്ങാണ്ട് പോവാന്ന് പറഞ്ഞു. അച്ഛമ്മയോട് പറഞ്ഞേ ഞാൻ വെള്ള ചാടാൻ പോകുന്നു. അച്ഛമ്മയെ കൊണ്ടുപോകത്തില്ലെന്ന്. കുഞ്ഞിക്കിളി നമ്മള് പോവല്ലേ, ഇതേ കോട്ടയം കഴിഞ്ഞു കേട്ടോ. നമ്മളെന്നാ പോയേക്കാ അല്ലേ. ഇൻട്രോയ്ക്ക് പൈസയോ? എന്നെ 4 ട്രിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ബാറ്റ വരുന്നത്. അത് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അപ്പം ഈ തുടക്കത്തിൽ വരുന്ന ശിശുക്കൾക്കൊന്നും ഇപ്പോഴേ കാശ് കൊടുക്കുന്നതല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ട്രിപ്പിനൊന്നും എങ്ങനെയാണേലും കാശില്ല. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. അതൊന്നും അല്ല, അതിനകത്ത് ഇൻട്രോ പറഞ്ഞാലേ കാശുള്ളൂ അല്ലേ കുഞ്ഞുങ്ങളെ. ഇൻട്രോ പറയുന്നില്ലല്ലോ, ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് ശരിയാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇത് തുടക്കത്തിലെ ഇൻട്രോ ഒക്കെ എന്നാ പറയാ പഠിപ്പിക്കാൻ കൊണ്ടുവന്നു. അല്ലല്ല, ഇൻട്രോ പറയണം. ഇൻട്രോ പറഞ്ഞെങ്കിലേ കാശുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലേ 4 ട്രിപ്പോ? എവിടെ 4 ട്രിപ്പ്? 2 ട്രിപ്പ്. പക്ഷേ 2 ട്രിപ്പ് വണ്ടി ഓടിച്ചു. അതിന് മുന്നേ നമ്മളൊന്ന് ഗുജറാത്ത് പോയത്, ബോംബെ. അന്ന് കല്ലൊക്കെ കുത്തിയതല്ലേ. അതൊക്കെ പ്രാക്ടീസുവാ. കല്ല് കുത്തി ഉറക്കം കളിച്ച് രാത്രി ഓടിക്കുന്നതൊക്കെ കൂട്ടിരുന്നു. അതുകൊണ്ട് അതിനൊക്കെ വേണം. അന്ന് ഒരു കല്ലിന് 50 രൂപ വെച്ച് തരാന്ന് പറഞ്ഞു. ഞാൻ 50 രൂപ. പിന്നെ നാമക്കൽ ട്രിപ്പ്, അതാ വണ്ടി ഓടിക്കുന്നത്. നാമക്കൽ ട്രിപ്പ് പിന്നെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെലവ് മാത്രം തന്നു കൊണ്ടുപോയി. അതൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർ ഇതുപോലെ പ്രാക്ടീസ് ലൈസൻസ് കിട്ടിയ ഉടനെ പൈസ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങനെയല്ല, അപ്പൊ ഞാനിന്ന് പണിയെടുത്ത് പണിയെടുക്കുമ്പോ കാശ് വേണം. പിന്നെ ഞാനും പണിയെടുക്കുന്നുണ്ട്. ആദ്യത്തെ ട്രിപ്പിൽ കാശില്ലെന്ന് പിന്നെ വരുന്നത്. 2 ട്രിപ്പായി. അതെ, കുഞ്ഞുങ്ങൾക്ക് ഇൻട്രോ പറയുമ്പോ സൗണ്ട് കുറവാ, പൈസ ചോദിക്കുമ്പോ നല്ല സൗണ്ടാ. പറയാൻ അത് പറ്റില്ല കേട്ടോ. ഇൻട്രോയ്ക്ക് സൗണ്ട് വേണം, അല്ല പൈസ ചോദിക്കുന്നതിന് മാത്രം സൗണ്ട് പോരാ. വേറൊരു കാര്യം ഓർക്കണം, സാധാരണ ഇത്ര പെട്ടെന്ന് സാലറി ഒന്നും കിട്ടുകയില്ല. എന്ന് വെച്ചാൽ നാമക്കൽ ട്രിപ്പിന് ജസ്റ്റ് ഒന്ന് വന്നു, അതും ലോഡ് കയറ്റാൻ വന്നില്ല, ലോഡ് ഇറക്കാൻ വന്നില്ല, കുറച്ച് ചുമ്മാ ഓടിക്കാൻ വേണ്ടി വന്നു, എന്നിട്ട് ഇറങ്ങി പോയി. അത് പിന്നെ കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നോണ്ട് ഞങ്ങളത് പോട്ടെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഈ ട്രിപ്പ് അതുപോലെ തന്നെ ഈ നമ്മുടെ UP ട്രിപ്പിൽ ഈ പറഞ്ഞ പോലെ ലോഡ് കയറ്റാനും വന്നില്ല, ഇറക്കാനും വന്നില്ല. എന്നിട്ട് അത്യാവശ്യം ഓടിച്ചു. അതിന് ന്യായമായ ചിലവ് പോലും കട്ട് ചെയ്യാതെ, ഫുഡിന്റെ പൈസ ഒന്നും കട്ട് ചെയ്യാതെ സാലറി മൊത്തം കൊടുത്തല്ലടാ. അത് തരും. അത് ബാങ്കിൽ കിടക്കുന്നല്ലോ, ഇവിടെ കണക്കെഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ 20,000 രൂപ, 19,800 രൂപ പാറ്റയാ. അതെന്നാ മോശമാണോ? ഇത്രയും പെട്ടെന്ന് അത്രയും ശമ്പളം കിട്ടിയില്ലേ? പ്രാക്ടീസ് ആയത് വേറെ. ഞാൻ അടുത്ത ട്രിപ്പ് വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇതേ കുഞ്ഞിക്കളി വരുന്നുണ്ട്. മൊത്തം വരുന്നുണ്ടോ? ഞാൻ ക്ലാസ് തുടങ്ങിയില്ലേ വരുന്നുണ്ട്. അപ്പോഴേ നമുക്കിനി നേരെ നമ്മുടെ ഉണ്ണിബ്രോയുടെ അടുത്ത് പോകാം കേട്ടോ. അങ്ങോട്ട് ഇപ്പൊ പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ട് വരും. അവിടെ പോയി ഇതില് നമ്മുടെ കനാലിൽ വെള്ളത്തിൽ ചാടാൻ വേണ്ടിട്ട് ഒരു കുറെ ദിവസമായിട്ട് ഇവരുടെ പരിപാടി ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പോയി തിരിച്ച് ദാമയൊക്കെ ചാട്ടം കാണുന്ന ഉറങ്ങിയാ വന്നത്. അപ്പോഴേ ഇതേ അപ്പം വെള്ളത്തിൽ ചാടാൻ വേണ്ടി എല്ലാരും പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. അതെ, കുഞ്ഞുങ്ങളി വൈകുന്ന അച്ഛൻ ഇറങ്ങുന്നുണ്ടോന്ന് ചോദിച്ചാൽ. വെള്ളത്തിലോ? അവിടെ ചെന്നിട്ട് നോക്കട്ടെ എങ്ങനെയാന്ന്. വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങാം. നിങ്ങൾക്കുള്ള വെള്ളം ഉള്ളെങ്കിൽ നിങ്ങൾ ഇറങ്ങിയാൽ മതി. എന്നാ പോയേക്കാം. ഒരാളൂടെ ഉണ്ട്, കൂടുതലുണ്ട്. അതാരാ ഉറക്കം നോക്കിയിരിക്കുന്ന? ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചെറിയൊരു നാണം. അതാ ചെറിയൊരു നാണോ? നാണമൊന്നുമില്ല, അത് നാണമായിട്ടൊന്നും ഇല്ല. അതൊക്കെ ചുമ്മാതാ. എടപ്പാ കനാലിലോ? എന്നതിനാ ഉണ്ടോ? അവധികാലം വെയിൽ കൊണ്ട് കോലം. ഈ തീ വെയിലത്ത് സൈക്കിൾ ചവിട്ടും ശകലം നേരം എന്നാ കയറിക്കോ വേക്കാം. തുറന്നോട്, കുഞ്ഞിക്കിളിക്ക് എത്തുകയല്ല. നമുക്കേ അടുത്ത ട്രിപ്പ് കുഞ്ഞിക്കണ്ണനെ കൊണ്ടുപോണ്ടേ?
ആ വരുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? അതിനാ അല്ല സ്ഥലം അങ്ങോട്ടാ. അല്ല എങ്ങോട്ടാ നിനക്ക് പോകണ്ടേന്ന് പറഞ്ഞാൽ മതി. ഏത് സ്ഥലമാണ് നിനക്ക് പോകാൻ ഇഷ്ടം? അങ്ങനെയൊന്നും ഇല്ല. എന്നാലും കാശ്മീർ പോകണോ? കാശ്മീർ പോകണോ? എങ്ങോട്ട് പോകണമെന്ന് പറ. അതോ മേഘാലയ പോകണോ? ആസാം പോകണോ? എങ്ങോട്ട് പോകണം? കാശ്മീർ. കാശ്മീരോ? പിന്നെ കാശ്മീർ പോയേക്കാം. കുഞ്ഞിക്കണ്ണ് കാശ്മീർ പോകണം. എനിക്കും കാശ്മീർ പോകണം. ആരും വരുന്നോ? അപ്പൊ കുഞ്ഞിക്കളിയും വരുന്നുണ്ട്. പിന്നെ എടാ കാശ്മീർ ലോഡ് കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും? അടുത്ത എങ്ങോട്ടാ? ബാംഗ്ലൂരോ? ബാംഗ്ലൂരൊക്കെ ഇവിടെ അടുത്തല്ലേ? അപ്പൊ ഇടന്ന് പോയിട്ട് വരാമെന്ന് സ്ഥലമല്ലോ. നമുക്ക് മേഘാലയക്ക് പോവാം. മേഘാലയക്കാ? ഈ മേഘാലയം ലോഡ് കിട്ടിയില്ലല്ലോ. എപ്പോഴും ഒന്നും ലോഡ് കിട്ടുകയില്ല. പഞ്ചാബ് പോവാം. പഞ്ചാബ് പോവാം. പോയേക്കല്ലേ? സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പോയിട്ട് വന്നാ പോരെ? എന്നാ പിന്നെ ഈ ട്രിപ്പ് തന്നെ കൊണ്ടാ പോന്നെ എന്നാ കേട്ടോ? വരുമോ? കുഞ്ഞിക്കളി ഇപ്പൊ ഒന്ന് പോയിട്ട് വന്നല്ലേ? എന്നാലും എനിക്ക് അപ്പോഴേ എങ്ങോട്ടാ ലോഡ് കിട്ടുന്നതെന്ന് നോക്കട്ടെ, അതനുസരിച്ച് പോയേക്കാം കേട്ടോ. അപ്പം നമ്മള് കോതനല്ലൂരിനാണ് പോകുന്നത്. നമ്മുടെ ഉണ്ണി ബ്രോയുടെ വീടിനടുത്തോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ കണ്ടില്ല, ഇവർ കുറേ ദിവസമായിട്ട് അവിടെ പോയി. അവിടെ ഒരു കനാലുണ്ട്, ആ വെള്ളത്തിച്ചാട്ടമാണ് ഇവരുടെ പരിപാടി. അപ്പം ഞാനിതുവരെ പോയില്ലായിരുന്നു. ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്ന്. എങ്ങനെയുണ്ടോ അവിടെ? നല്ല ഞങ്ങള് പോകുമ്പോ വെള്ളം കുറവാണോ? ആദ്യം പോയപ്പോ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ പോയപ്പോ വെള്ളം കുറവാണോ? അപ്പൊ എങ്ങനെയാണേലും ഒന്ന് പോയി നോക്കാം. വേറെ 2 പേരും കൂടെ ഉണ്ട്. അവരും രാജേഷും കൂടെ കാറേ വരുന്നുണ്ട്. എല്ലാരും കൂടെ വണ്ടിയെ പോകത്തില്ല, അതുകൊണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് വലത്തേക്ക് കയറണേ. പോട്ടെ. വണ്ടി ഇവിടെ എങ്ങാനും ഒതുക്കി ഇടണം. ഇവിടെ തന്നെ കയറാൻ്റെ അല്ലടാ കുഞ്ഞിക്കണ്ണ, ഇവിടെ ഒതുക്കിയാൽ മതി. രാജേഷ് ബ്രോ വരുന്നുണ്ട്. നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് പോവാടാ കുഞ്ഞിക്കണ്ണ? അല്ല കനാലിന്റെ അങ്ങോട്ട് പോവോ? ആണോ? എവിടെ വേണ്ടുന്നത്? ഇവിടെ ഇട്ടാ പോരെ? ഇപ്പൊ കിടക്കുന്നിടത്ത് പോരെ? അപ്പോഴേ അങ്ങോട്ട് പോയി നോക്കാം. ആ കനാലിന്റെ സൈഡിലോട്ട് വണ്ടി എടുത്തോണ്ട് പോവുമെങ്കിൽ അന്നേരം വന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ കിടക്കട്ടെ, നടന്നു പോവാം. അപ്പോൾ നമ്മൾ കനാലിൻ്റെ അടുത്തെത്തി. പക്ഷേ വെള്ളം വളരെ കുറവാണ്. മുത്തിറങ്ങുന്നുണ്ടോ? ഞാൻ ചെറുതായിട്ട് കാല് നനയ്ക്കുന്നു. ഡ്രസ്സൊന്നും എടുത്തില്ല. ഏട്ടാ നോക്കിയേ. എന്നാ രസമാന്ന് നോക്കി. ഇതാണ് എൻ്റെ അമ്മാവൻ്റെ 2 പിള്ളേര്. ഇവരും ഉണ്ട് ഇവിടെ. വെക്കേഷൻ ആയതുകൊണ്ട് നേരത്തെ വന്നതാ. അപ്പോൾ ഞങ്ങളിവിടെ UP പോയ സമയത്തല്ലേ ഇവർ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇറങ്ങാൻ വേണ്ടി വന്ന. ഇവന്മാരും കുഞ്ഞിക്കണ്ണനും ഒക്കെ ആയിരുന്നു ഇവിടെ, തകർക്കായിരുന്നു. ആരുടെ പേര് പറ? ഇത് ദേവസൂര്യ, ഇത് ദേവനന്ദൻ. ഇതും കുഞ്ഞ് തന്നെയാ. ഇതും കുഞ്ഞിയാ, അതും കുഞ്ഞിയാ. ഞാനെടാ മിണ്ടാ നിൽക്കുന്നേ. കുഞ്ഞിക്ക് നാടാ. താമി വന്നേ, താമി പോയി കിടക്കുന്ന ഉടമ്പ. ഇങ്ങോട്ടെ വണ്ടി വരുമായിരുന്നു. അപ്പം രാജേഷ് വണ്ടി എടുക്കാൻ പോയായിരുന്നു. വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട്. ഇതേണ്ടോ, ഈ വണ്ടി ആയോണ്ടേ ശകലം ഇടയിലിട്ട് തിരിക്കാം. ഇതേണ്ടോ, ഒരു ഇന്നോവ തിരിക്കുന്ന സ്ഥലത്തിട്ട് തിരിക്കാം. അങ്ങനൊരു ഗുണമുണ്ട്. ബോഡി ഒന്നും പണിയാത്തോണ്ടേ. അതിന് ബോഡി ഇല്ലല്ലോ. പെട്ടി വരാത്ത കറങ്ങുന്നൊക്കെ കാണാം വണ്ടി ഓടുമ്പോ. അതെ, അത്രയും ഇടം മതി. വണ്ടി വിലങ്ങാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ സുഖമായിട്ട് തിരിക്കാം. ഉണ്ടോ? അധികം പൊറോട്ട പോലെ എടുക്കണ്ടോ, നേരെ ഇങ്ങനെ വന്നോ. വേദന ഒന്നുകൂടെ എടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ഇന്നോവ ധരിക്കണല്ലേ, ഇതിലും സ്ഥലം വേണം. നല്ല ഒടിവുണ്ട്, സ്റ്റിയറിങ് നല്ല ഒടിവാണ്, വീല് നല്ല ഒടിവാണ്, നേരെ ക്രോസ് വരുന്നത്. അപ്പോഴേ നമ്മുടെ ഉണ്ണിബ്രോയുടെ വീടിനടുത്താണ് ഇവിടെ കുളിക്കാൻ വന്നത്. വെള്ളത്തിൽ ചാടാൻ വേണ്ടി പിള്ളേർ വന്നത്. ഇവർ കുറേ ദിവസമായിട്ട് രാജേഷൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ.
അന്ന് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു. ആ അതെ റീൽസൊക്കെ വന്നായിരുന്നല്ലോ. നന്നായിരുന്നു. അത് സുനിലിന്റെ റീൽസ് ഞാൻ കണ്ടത്. ആണോ? അന്ന് വെള്ളമുണ്ട്. അന്ന് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. അന്ന് ഇതിലും കുറച്ച്. ഇന്നിപ്പോ ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട്. അല്ല ഇത്രയും വെള്ളം ഉള്ളോ? ഇതിപ്പോ ആ ലെവലില്ലേ, ആ ഒരു ലെവല് കണ്ടോ, ആ ലെവല് വരെ വെള്ളം വരും. നമ്മുടെയൊക്കെ ഇത്രയും വരും. ഇപ്പം ദാമക്കുട്ടി നിന്നിട്ട് അരയൊപ്പം ഉള്ളു. അതിനറിയാം ഇത് കുറഞ്ഞുകൊണ്ടിരുന്ന സമയം എന്നിച്ച എന്തോ കൂട്ടി അവർ വിട്ടിട്ടുണ്ട്. ഇതിലും കൂടുതൽ വരും സംഭവം. ഇത് ഉണ്ണിബ്രോയുടെ മകനാണ്. ഇവനെ നേരത്തെ കാണിച്ചിട്ടുള്ള ഗോവിന്ദ്, ഗോപു എന്ന് വിളിക്കും. അതെ. അപ്പം പിന്നെ ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തും വിളിക്കും. വിളിക്കുമല്ലേ? ആർക്ക്? ഗോവിന് ദേഷ്യം? അല്ല, അവനും വിളിക്കും. എന്നാ പിന്നെ കുഴപ്പമില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ. അത് കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അവൻ പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം മടിച്ചു നിൽക്കാതെ എല്ലാവരും ചാടിക്കേ. അതെ 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 അതെ, ആളാമിതം ചാട്. അതെ. എനിക്ക് വേറെ വഴിക്ക് ഇപ്പോൾ 7 മണിയാകുമ്പോൾ പോകണം. അതുകൊണ്ട് കുളിച്ചിട്ടാവുന്നു. ആണോ? കുളിച്ചോ? എനിക്ക് അതിനകത്ത് ഒത്തിരി വെള്ളം കുറവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ആ ലെവൽ കണ്ടോ, വാട്ടർ ലെവൽ കാണാം. ഇതാണ് ഞങ്ങളുടെ MEIP കനാൽ, മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റാണ്. നമ്മൾ പണ്ട് TN ജേക്കബ് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പണി തുടങ്ങുന്നത്. പക്ഷെ വെള്ളം വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായെന്ന് തോന്നുന്നു. വെള്ളം വന്നിട്ട് വേനൽ സമയങ്ങളിലല്ലേ ഉള്ളൂ. വേനൽക്കാലത്തെ വെള്ളം തോന്നുള്ളൂ. ഇത് മൂവാറ്റുപുഴയിലെ വെള്ളം. ഇത് നോക്കിയേ, ദാമക്കുട്ടി നിന്നിട്ട് അത്രയും വെള്ളം ഉള്ളൂ. നേരെ നിന്നേ ദാമക്കുട്ടി. അത്രേ ഉള്ളൂ വെള്ളം. സുനിലേട്ടനെ നമുക്കറിയാലോ. അറിയാം, എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാം. നമ്മളിവിടെ ശബരിമലയ്ക്ക് പോകുന്ന. അതെ. സുനിലേട്ടൻ്റെ രണ്ടാമത്തെ കുഞ്ഞാവേത്. അതെ. നമ്മൾ മൂത്തവളെ കൊണ്ടാണ് പോയത് അന്ന് ശബരിമലയ്ക്ക്. അതെ അതെ. ശ്രീദേവ്, ഇവൻ്റെ പേര് ശ്രീദേവ്. അതാണ്ട് അങ്ങോട്ട് നോക്കിയാണ് ഫോട്ടോ എടുക്കുന്നുണ്ട്. കൊച്ചിനെ കുളിപ്പിക്കാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയോണ്ട്. കൊച്ചിനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇറക്കിയായിരുന്നു. അതെ അല്ലേ? ഇന്നിപ്പോൾ ഇറക്കുന്നില്ല. വണ്ടി വന്നപ്പോൾ കൊച്ചാ വണ്ടിയുടെ പുറകെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം നേരത്തെ വരുന്നുണ്ട്. നേരത്തെ വന്നിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടാണ്. ഇന്ന് താമസിച്ചു പോയി. ഞങ്ങൾ താമസിച്ചു പോയി. നേരത്തെ ഉണ്ടായിരുന്നു. അതെ, അത് തന്നെയല്ലേ, ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇച്ചിരി താമസം വന്നില്ലേ, അതുകൊണ്ടാ. പിന്നെ വേറെ കാര്യമുണ്ട്, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും വെള്ളം കൂടും. നമ്മുടെ കഴുത്തറ്റം വെള്ളമാവും. അന്നേരം വലിയൊരു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചാടി കുളിക്കാം. അതവിടെ ഇരുന്നോട്ടെ. വേനക്ക് നല്ല സുഖം. അതെ അതെ. രാത്രി പോയി കിടന്നാൽ മതി, ഉറങ്ങിപ്പോകും. ഒരു ദിവസം വരാൻ നോക്കട്ടെ. ഒരു ദിവസം വന്ന് നോക്കും. ഇനിയിപ്പം നിങ്ങൾ പോകുന്നതിന് മുമ്പ് മിക്കവാറും വെള്ളം വരാൻ ചാൻസ് വരുന്നുണ്ടെന്ന് അഴിച്ചു വിട്ടിട്ടുണ്ടോ ഇന്നലത്തെ കാലം വെള്ളം കൂടുതൽ. സന്തോഷം മുഖത്ത് കയറ്റി നീന്തിയിട്ട് കയറി വരുവാണ്. അതെ അതെ അതെ. അല്ലേ? മേഘാലയ പോയിട്ട് യുപിയിലൊക്കെ പോയി വണ്ടിയിലൊക്കെ 20 ദിവസം താമസിച്ച് അതിന്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വന്നൊരു 2 ആഴ്ച ഇനി വെള്ളത്തിൽ മറിയുക തീർക്കാൻ വന്നിരിക്കുന്നത്. അല്ല, കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് വരുന്നുണ്ടല്ലോ. നാളെ 4 മണിയാകുമ്പോൾ വരും. അതെ. 6 മണി വരെ സ്വിമ്മിങ് ആണ്. രാവിലെ അവിടെ നിന്ന് അച്ഛമ്മ എങ്ങാണ്ട് കൊണ്ടുപോയാലെന്ന് പറഞ്ഞപ്പോ അച്ഛമ്മയോട് പറഞ്ഞ എന്നാന്നോ, വെള്ളത്തിൽ ചാടാൻ ഞാൻ പോവാം, അച്ഛമ്മ കൊണ്ടുപോകത്തില്ല. വെള്ളത്തിൽ ചാടാൻ വരുന്നുണ്ടോ? രാമൻകുട്ടി അങ്ങോട്ട് നോക്കി. കുഞ്ഞാ ചാടാൻ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കിയോളോ. നമുക്ക് വെള്ളത്തിൽ ചാടിച്ചാലോ? മാങ്ങയുടെ ചൊരങ്ങണ്ട പോയി. പിള്ളേരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് വണ്ടിയെല്ലാം കയറി. ഞാൻ ഫുള്ള് നനഞ്ഞു. അതെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം. വണ്ടി ഓടിച്ചോ. ശരി. എന്തായാലും ഞാൻ ഓടിക്കണം. ഞാൻ ഇത് കുറച്ച് ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. ഓടിച്ചോ. എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. വലിയ കംപ്ലൈൻ്റ് ഒന്നും കാണത്തില്ല. ഇല്ലല്ലേ? നോക്കട്ടെ. ഓടിച്ചോക്കെ. അപ്പം ബാക്കി പിള്ളേർ സെറ്റെല്ലാം രാജേഷ് ബാബുടെ പുറയിൽ ഇന്നോവയിലേക്ക് പോയി. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞിക്കിളിക്ക് അവിടെ നിന്ന് പോരണമെന്നില്ലായിരുന്നു, പിന്നെയും വെള്ളത്തിൽ കിടന്ന് ചാടണമെന്നായിരുന്നു. കുഞ്ഞിക്കിളി വെള്ളത്തിൽ നിന്ന് കയറത്തില്ലായിരുന്നു. ഞാൻ അവന്മാരെ എല്ലാം ആദ്യം പിടിച്ച് കയറ്റി, എന്നിട്ട് ലാസ്റ്റ് കയറ്റി. അപ്പം എന്നിട്ടും കുഞ്ഞിക്കിളിക്ക് പോരാൻ അത്ര മനസ്സില്ലായിരുന്നു അല്ലേ കുഞ്ഞിക്കിളി? എവിടെ? വീട്ടിലെവിടെ അതിന് വെള്ളം? ബാത്ടബിലോ? അത് ശരി. അതുകൊണ്ട് ഇവിടെ വന്ന് ചാടിയല്ലേ? വെള്ളം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണല്ലോ പണി, വെള്ളത്തിൽ ചാടിയിട്ടാ. കുഴപ്പമില്ല, വീട്ടിൽ ചോറ് ഇരിപ്പുണ്ട്. വീട്ടിൽ ചെന്നെല്ലാം കഴിക്കാം. എനിക്കത് മനസ്സിലായി, വിശക്കെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം വണ്ടിയെ പോയപ്പോൾ ഇങ്ങനല്ല പറഞ്ഞേ, എനിക്ക് ഇനി കടയിൽ നിന്ന് വേണ്ട,
നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ? അത് മാറിയോ? ഇവിടെ വന്നപ്പോൾ അത് മാറിയല്ലേ? അത് കൊള്ളാമല്ലോ. ഇനി അവരെ മുന്നേ പോയിട്ട് അവരെവിടെയെങ്കിലും നിർത്തുന്നുണ്ടോ നോക്കാം, കടയിൽ വല്ലതും. എന്നാ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ പാർക്കിങ്ങിലെത്തി. അപ്പോൾ വണ്ടി ഇന്ന് ഇവിടെ ഇട്ടിട്ട് പോവാം. ഇങ്ങനെ നാളെ ഇച്ചിരി ചില്ലറപ്പണികൾ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇന്നോവയിൽ പോകാം വീട്ടിലേക്ക്. രാജേഷ് വന്ന് ഇവിടെ ഇന്നോവയെല്ലാം കഴുകുക. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി, കുളിയെല്ലാം കഴിഞ്ഞ്. എന്ത് ചെയ്യും എല്ലാവരും ഇറങ്ങി വരുന്നു പതുക്കെ ഇരുന്ന് ഉറക്കം പിടിച്ച്. ദാമുക്കുട്ടി ഉറങ്ങി. എല്ലാവരും കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഞങ്ങളെ കൂട്ടാതെ നിങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോയി? അങ്ങനെയൊന്നുമില്ല, കോട്ടയം വരെ പോയി. കോട്ടയം വരെ മാത്രമേ പോയുള്ളൂ? അത് കനലിൽ ചാടാൻ പോയി. എന്നിട്ട് കോട്ടയം വരെ മാത്രമേ പോയുള്ളൂ എന്ന് പറഞ്ഞു. ക്ഷീണമോ എല്ലാവർക്കും? അതെ. കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പോരുകയല്ലായിരുന്നു? ആണോ? വെള്ളത്തിൽ ചാട്ടം ഇത് ഞങ്ങളറിഞ്ഞില്ല, അല്ലേ? ഞങ്ങളും കുളിക്കാൻ പോകുന്നല്ലേ? അതല്ലേ ദാമിക്കുട്ടി രാവിലെ അച്ഛമ്മ പറഞ്ഞു ഞാൻ ടാറ്റ പോകുന്നു. ദാമിക്കുട്ടി പറഞ്ഞു ഞാൻ വെല്ല പോവാന്ന് വെള്ളത്തിൽ. അപ്പോൾ അടുത്ത ട്രിപ്പിന് കുഞ്ഞിക്കിളി വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ. ആണോ? ഉറപ്പാണോ? എന്നാ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്നാ പോന്നേന്ന് പറഞ്ഞാൽ മതി അല്ലേ? റെഡി ആയിട്ടിരിക്കുക ഇവിടെ. ആണ്ടെ അച്ഛമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരിക്കും. അച്ഛമ്മ പറഞ്ഞു അച്ഛമ്മ വരുന്നുണ്ടെന്ന്. രണ്ടുപേരും കൂടെ പോകാനുള്ള ഇടം ഉണ്ട് അല്ലേ? അതെ, എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റിയല്ലോ. അല്ല, കുഞ്ഞിക്കിളി ഇപ്പോൾ ഒന്ന് പോയിട്ട് വന്നാലേ. സ്കൂള് തുറന്നാലും അച്ഛമ്മയ്ക്ക് പോവാം. അച്ഛമ്മ സ്കൂളിൽ പോകുന്നില്ലല്ലോ അല്ലേ? എനിക്ക് സ്കൂളിൽ പോകണ്ട. അത് പറ്റിയല്ല, അത് ഞങ്ങൾ സമ്മതിക്കല്ല. എന്നാണേലും ജൂൺ 1 കഴിയുമ്പോൾ കുഞ്ഞിക്കളുടെ വെക്കേഷൻ കഴിഞ്ഞു. ഞങ്ങളെ അടുത്ത ട്രിപ്പ് പോയി കഴിയുമ്പം രണ്ടുപേരും കൂടെ ഇവിടെ വീഡിയോ ഇട്ട് തകർത്തേക്കണം ഫാമിലിക്കകത്ത്. ക്യാമറമാനുണ്ടല്ലോ അല്ലേ? ക്യാമറാമാനുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകുന്നില്ലെന്നാ ഇപ്രാവശ്യം. ക്യാമറാമാനെ തന്നിട്ട് പോയേക്കാം. അല്ലെങ്കിൽ ഇപ്രാവശ്യം കുഞ്ഞിക്കണ്ണും കുഞ്ഞിക്കിളിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, വെക്കേഷൻ ആയതുകൊണ്ട്. കുഞ്ഞിക്കണ്ണൻ ഉടനെ ഇപ്പൊ എവിടെ പോണ്ടേ നോക്കിയിരിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 വീഡിയോ വെച്ചിട്ടേ കേട്ടോ. ആന്ന് മൂളിയാ പോരാ, കാണണം. ഇവരെ അടുത്ത ദിവസം വല്ല വീഡിയോ ഇടുകയാണെങ്കിൽ ഞാനിവിടെ കാണും തോന്നില്ല. ഞാൻ അവരുടെ ട്രിപ്പ് വെക്കോളാം, നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും വീഡിയോ ഇട്ടോ. അപ്പൊ നമുക്ക് പുതിയ രീതിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം.